കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വിശ്വാസ വഴിയിലൂടെ ത്രിശതാബ്ദിയിലേക്ക് വളർച്ചയുടെ വിവിധ പടവുകൾ പിന്നിട്ട് 300-ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി മാതൃദേവാലയമായ മോറക്കാല മാർത്തമറിയം പള്ളിയിൽ നിന്നുള്ള ദീപശിഖ പ്രയാണം കിഴക്കമ്പലത്തെത്തി. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കൽ ദീപശിഖ ഏറ്റുവാങ്ങി. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ അതിപുരാതനമായ ദേവാലയമാണ് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി. കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചുനിന്ന നാട്ടുകാർ 1725 പ്രകൃതിരമണീയമായ കിഴക്കമ്പലത്ത് വിശുദ്ധ അന്തോണീസിന്റെ നാമത്തിൽ സ്ഥാപിച്ചതാണ് ഈ ദേവാലയം. വളർച്ചയുടെ വിവിധ പടവുകൾ പിന്നിട്ട് 300-ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി മാതൃദേവാലയമായ മോറക്കാല മാർത്തമറിയം പള്ളിയിൽ നിന്നും കത്തിച്ച ദീപശിഖ ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കൽ ഏറ്റുവാങ്ങി പള്ളിയിലെത്തിക്കുകയായിരുന്നു. ഇരുചക്ര വാഹനങ്ങളുടെയും വൻ ജനാവലിയുടെയും അകമ്പടിയോടെ ആയിരുന്നു ദീപശിഖ പ്രയാണം. കിഴക്കമ്പലം പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്ന പ്രയാണത്തിന് പ്രാർത്ഥനാ നിർഭരമായ വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. കിഴക്കമ്പലം ഇടവകക്കാരായ വൈദികർ സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. തുടർന്ന് ദീപശിഖ ഏറ്റുവാങ്ങി അൾത്താരയിൽ സമർപ്പിച്ച് ആഘോഷമായ വിശുദ്ധ ബലി അർപ്പണത്തോടെ ത്രിശതാബ്ദി ജൂബിലിക്ക് തുടക്കം കുറിച്ചു. അൾത്താരയിൽ ഫാദർ ജോർജ് കോയിക്കര ദീപം തെളിയിച്ചു. ഫാദർ ജോയി കിളിക്കുന്നേൽ, ഫാദർ സിജോ വെമ്പിള്ളി, ഫാദർ അലൻ കാളിയങ്കര, ഫാദർ ജോസ് കോയിക്കര, ഫാദർ ജോസഫ് വെമ്പിള്ളി എന്നിവർ കാർമ്മികരായി. കൈക്കാരന്മാരായ ജോയി പൊട്ടുന്തട്ടിൽ, ലിജോ, ജോസ് മേമ്പിള്ളിൽ, വൈസ് ചെയർമാൻ ലിറ്റോ ബേബി, ജോയിന്റ് കൺവീനർ ബിബിൻ, സെബി കുണ്ടുകുളം അടക്കം ചടങ്ങുകളിൽ നൂറുകണക്കിന് ഇടവക ജനങ്ങൾ പങ്കെടുത്തു. ഇതോടെ ഒരു വർഷം നീളുന്ന ത്രിശതാബ്ദി ആഘോഷങ്ങൾക്കും തുടക്കമായി. ത്രിശതാബ്ദി ആഘോഷിക്കുന്ന കാര്യം ഡിസംബറിൽ പെട്ടെന്ന് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ വന്നൊരു കൊച്ചു ചിന്തയാണ്. ഉടനെ തന്നെ അത് പള്ളിയിൽ കുർബാന മധ്യേ അനൗൺസ് ചെയ്യുകയും പിറ്റേ ഞായറാഴ്ച ഇടവക സമിതിയും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും കുടുംബ യൂണിറ്റ് ഭാരവാഹികളും ഭക്തസംഘടന ഭാരവാഹികളും മറ്റ് അഭയാംശികളെല്ലാവരും ഒരുമിച്ച് കൂടി ജൂബിലി മനോഹരമായിട്ട് ആരംഭം കുറിക്കണമെന്ന് തീരുമാനിച്ചു. ജാനുവരി 19-ാം തീയതി മോറക്കാല വിശുദ്ധ മാർത്തമറിയം കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് ദീപശിഖ പ്രയാണം നടത്തി ഇവിടെ വന്ന് ഈ ഇടവകയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചവരും സമർപ്പിതരായുള്ള പ്രതിനിധികളും ഈ ഇടവകയിലെ അൽമായ പ്രതിനിധികളും ഈ ഇടവകയിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ശാഖാ പള്ളികളിലെ വൈദികരും അവിടെ നിന്നുള്ള വൈസ് ചെയർമാന്മാരും കൈക്കാരന്മാരും സന്യസ്ത പ്രതിനിധികളും ചേർന്ന് ദീപം തെളിയിക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ പരിണതഫലമായി എല്ലാ ഒരുക്കങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇന്നത്തെ ദീപശിഖ പ്രയാണം നടത്തുമ്പോൾ എല്ലാവരും കൈക്കാരന്മാരായ ജോയി മുട്ടൻതൊട്ടിലും ലിജോ ജോസ് വെമ്പിള്ളിയും വൈസ് ചെയർമാൻ ലിറ്റോ ബേബി, അതുപോലെ തന്നെ ജോയിൻറ്റ് കൺവീനറായിട്ട് ഇതിൻ്റെ കമ്മിറ്റിയുടെ കൺവീനർ ലിറ്റോയാണ്, ജോയിൻറ്റ് കൺവീനർ ബിബിന്, അവരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. മനോഹരമായുള്ള ജൂബിലി തിരിയും ജൂബിലി ഫ്ലാഗും ജൂബിലി പ്രാർത്ഥന കാർഡും എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട് ഇടവകയിൽ എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പ്രയാണത്തിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വൈബ്സ്, ഷർട്ടിൻ്റെ ഓവർകോട്ടായിട്ടുള്ള വൈബ്സും അതുപോലെ മനോഹരമായ ബലൂണുകളും കൊടിതോരണങ്ങളും അലങ്കാരങ്ങളുമായിട്ട്
ബാൻഡ് മേളത്തോടു കൂടി നടന്നാണ് ഈ ദീപശിഖ പ്രയാണം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.